MA എടുത്തിട്ടുണ്ട്. പോണ്ടിച്ചേരിയിലാണ് ഞാൻ പഠിച്ചത് ഹയർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഫാദറിനൊരു ബിസിനസ് ഉണ്ട്. പഠിക്കുന്ന കാലത്തെ ഞാൻ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അതുകൊണ്ട് ബിസിനസ്സും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള ടീച്ചിങ്ങും കൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഇന്നും നല്ലൊരു ഫസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. എൻ്റെ കുടുംബം, ഭാര്യ, 2 മക്കൾ, മൂത്തത് മോള്, രണ്ടാമത്തെ മോന്. വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പെരിന്തൽമണ്ണ. പ്രസംഗിക്കുക എന്നത് എനിക്ക് വളരെ ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അത് എങ്ങനെയെങ്കിലും ആ ഒരു സിദ്ധി സ്വായത്തമാക്കുക എന്നതിനുദ്ദേശിച്ചാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് അതിൻ്റെ ആദ്യ സ്റ്റെപ്പുകളൊക്കെ വെക്കാൻ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. തുടർന്ന് ഇന്നും അതിൻ്റെ തുടർച്ച എന്നോണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു വിശ്വാസത്തോടു കൂടി ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രസംഗത്തിനോ മറ്റോ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് ക്ലിയറാക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ അത്ര കുറച്ച് ദൂരമാണല്ലോ. നാദാപുരം എന്ന് പറയുമ്പോൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രയാസമുണ്ട്. എന്നാലും ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ദൂരെ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ നാദാപുരത്ത് ഒരു ബിസിനസ് ഉണ്ട്, ഫർണിച്ചർ ഷോപ്പിലാണ്. അതേപോലെ ഉമ്മ വരുന്നു. ഞാൻ കുടുംബം, ഹസ്ബൻഡ് അസ്ഹർ ഇവിടെ കോടതിയിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. 3 മക്കൾ. മൂത്ത മോന് 10ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ ആൺകുട്ടി 6ാം ക്ലാസ്സിൽ, ചെറുത് മോളാണ് നഴ്സറിയിൽ. ഞാനിവിടെ ഒരു സ്കൈപ്ര LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രസംഗം പഠിക്കാവുന്നതിലുപരി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ളത്. അതിൽ 2-3 ക്ലാസ്സിലായിപ്പോൾ വരുന്നു. ഓരോ ക്ലാസ്സിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തുടർന്നും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പെങ്ങളാണ് ആരിഫ. പിന്നെ വീട്ടിൽ 3 സഹോദരങ്ങളും ഒരു അനിയത്തിയും, 5 മക്കൾ, ഹസ്ബൻഡ്, ഉപ്പ. എനിക്ക് പറയാൻ കിട്ടും. പ്രസംഗത്തെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര വലിയ പ്രാസംഗികനാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ കഴിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ BSc B.Ed ആണ് പഠിച്ചത്. BLIS ലൈബ്രറി സയൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജോലിയൊന്നും ചെയ്യില്ല, ഹൗസ് വൈഫാണ്, വീട്ടിലിരിക്കുകയാണ്. ആ ഒരു ഡിപ്രഷൻ ഉണ്ട് മൊത്തത്തിൽ. ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. വേറെ കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് നല്ല ആളാണ്. പിന്നെ അവർക്ക് ഞാൻ ജോലിക്ക് പോകണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. പിന്നെന്താ, ഇവള് വിളിച്ചപ്പോൾ, ജ്യേഷ്ഠൻ്റെ വൈഫാണ്, അവർ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോന്നു. ക്ലാസ് നല്ല ക്ലാസ്സാണ്, ഇവിടെ നല്ല അനുഭവം. ഇപ്പാൻ്റെ പേര് ഇമ്മാൻ്റെ പേര് മാജിദ, കാക്കൻ്റെ പേര് കാക്കൻ്റെ പേര് ആസിമ. അങ്ങനെ നമുക്ക് വലിയ വലിയ വിഷയങ്ങളൊക്കെ പറയാൻ പറ്റും. പ്രസംഗിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗകനായി, ഒരു ധനാഗമന മാർഗമായി, ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനൊന്നുമില്ല. ഇതെന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ, പണ്ടൊക്കെ ഡ്രൈവിങ് പഠിച്ചിരുന്നത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇന്ന് ഡ്രൈവിങ് പഠിക്കുന്നത് ആ ജോലി ചെയ്യാൻ വേണ്ടിയാണോ? അപൂർവം ചില ആളുകളൊക്കെ ഉള്ളൂ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പഠിക്കുന്നത്. നേരെ മറിച്ച് ബാക്കി 99% ആളുകളും ഡ്രൈവിങ് പഠിക്കുന്നത് സ്വന്തം ഒരു വാഹനം ഉണ്ടാകുമ്പോൾ നമുക്കത് ഓടിക്കാൻ പറ്റണമെന്ന്. ഇതല്ലേ ലക്ഷ്യം.
സത്യം. ഇതുപോലെയാണ് പ്രസംഗവും. അപൂർവം ചില ആളുകളൊക്കെ ഇതൊരു തൊഴിലായിട്ട് വേറെ ജോലിയൊന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് പോകും. പക്ഷേ ഭൂരിഭാഗം ആളുകളും പ്രസംഗം പഠിക്കുന്നത് ഇതൊരു തൊഴിലോ ധനാഗമന മാർഗമോ ഒന്നുമല്ല. നമുക്ക് സ്വാഗതം പറയേണ്ടി വരുമ്പോൾ, നമുക്ക് ആശംസ പറയേണ്ടി വരുമ്പോൾ, നമുക്കൊരു ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ, നമുക്കൊരു ഫീഡ്ബാക്ക് പറയേണ്ടി വരുമ്പോൾ, നമ്മുടെ ശൈലിയിൽ നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രസംഗം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മുങ്ങാൻ പാടില്ല. ഒരാശംസ പറയാൻ, സ്വാഗതം പറയാൻ, നന്ദി പറയാൻ, ബഹുമാനപ്പെട്ട നിയാസിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ ഫോണെടുത്ത് മുങ്ങുന്ന പരിപാടിയുണ്ട് ചില ആളുകൾ. അത് പാടില്ല. അങ്ങനെ മുങ്ങിയാൽ നമ്മളവിടെ സീറോ ആയി മാറും. നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും 4 ആൾക്ക് മുമ്പിൽ 4 വാക്കാൻ പറയാൻ പറ്റില്ല എങ്കിൽ നമ്മളവിടെ ഒന്നും അല്ലാതായി മാറും. ഇനി വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാറില്ല. അവർക്ക് വിവരം ചായിട്ടല്ല. എന്താ കാരണം? പരിശീലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തും കുറച്ച് പരിശീലിക്കണം. ഏതൊരു സംഗതിയും നമുക്ക് പരിശീലിച്ചാൽ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റും. മനഃശാസ്ത്രം പറയുന്നത് ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് ആരുടെയും കുത്തകയല്ല എന്നാണ്. ഉദാഹരണം ഡ്രൈവിങ്. എത്രയോ ആളുകൾ വാഹനം ഓടിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാരല്ലാണ്. അവർ പഠിച്ചു, അവർ ശ്രദ്ധിച്ചു, അവർക്ക് താല്പര്യമുണ്ടായി, അപ്പോൾ അവർക്ക് പറ്റുന്നുണ്ട്. ഇതേപോലെ നമുക്കും താല്പര്യവും നമ്മളും അത് പഠിക്കാനെന്ന് മനസ്സ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വാഹനം ഓടിക്കാം. പക്ഷെ ഒരു കാര്യം എന്താ, നമ്മുടെ സമയം, നമ്മുടെ ഊർജം, കുറച്ച് നമ്മുടെ പണം, ഇത് നാം ചെലവഴിക്കേണ്ടി വരും. വെറുതെ കിട്ടൂല. ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് തൻ്റെ മന്ത്രിമാരോട് പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറയാണ്, അവിടെയുള്ള എല്ലാവരോടും പറയാം, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജ്ഞാനം, അറിവ് എഴുതിക്കൊണ്ടുവരെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ലോകത്തിലുള്ള ഏറ്റവും വലിയ അറിവൊക്കെ എഴുതിയിട്ടൊരു വലിയൊരു പുസ്തകമായിട്ട് കൊണ്ടുപോയി കൊടുത്തു. രാജാവ് പറഞ്ഞു, ഇതല്ല, ഒരു സെൻറ്റൻസിൽ ഒതുങ്ങണം ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം. അപ്പോൾ ഇവരാലോചിച്ചു, മന്ത്രിമാരും പണ്ഡിതന്മാരൊക്കെ ആലോചിച്ച് ഒരു വരി മാത്രം എഴുതി കൊണ്ടുപോയി കൊടുത്തു. രാജാവ് അതിങ്ങനെ വായിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം. അതെന്തായിരുന്നു? നോ ഫ്രീ ലഞ്ച് എന്നായിരുന്നു. സൗജന്യ ഉച്ചഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വെറുതെ കിട്ടുന്നില്ല, എല്ലാറ്റിനും കുറച്ച് അധ്വാനമുണ്ട് എന്നായിരുന്നു അത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം. എന്തിനും കുറച്ച് പ്രയാസം ഉണ്ടാവും. ദർ ഈസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എന്നാണ്. വേദനയില്ലാതെ നേട്ടങ്ങളില്ല. എന്തൊരു സംഗതിയും നമ്മൾ സ്വായത്തമാക്കുമ്പോൾ, പഠിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ഹിറാ ഗുഹയിൽ ഇഖ്റ എന്ന് പറയാണ് പ്രവാചകനോട്, വായിക്കും, ഓതുക. പ്രവാചകർ പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ പള്ളിക്കൂട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ആ പ്രവാചകരെ മലക്ക് ജിബ്രീൽ ഒന്നിങ്ങനെ അണച്ച് കൂട്ടിയെന്നാണ്, എന്നിട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ പ്രവാചകർക്ക് ഭയങ്കര വേദനയായി, ആകെ പേടിച്ചു പോയി എന്നല്ല, പേടിച്ച് വിറച്ച് പനി പിടിച്ചു. ആ സമയത്ത് ജിബ്രീൽ ഓതി കൊടുക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകരത് കേട്ട് ഓതിയെങ്കിലും അവിടുന്ന് ആകെ ബേജാറായി പേടിച്ച് വീട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ വിറക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്. ചെന്നുകൊണ്ട് ഖദീജ ബീവിയോട് പറയാണ്, സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നണക്കൂ ഖദീജ. ഖദീജ ബീവിയോട് പറയണം, ഒന്ന് ചേർത്തണക്ക്, ഒന്ന് എന്നെ പുതപ്പിട്ട് മൂട്, ഞാൻ ജിബ്രീലിൻ്റെ ആ ഒരു കെട്ടിപ്പിടുത്തം ആകെ പേടിച്ചു പോയി. അപ്പം ഇതൊരു പാഠമാണ്. ചില ശിക്ഷകൾ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരുപക്ഷെ ഒന്ന് അടിക്കാം, ഒന്ന് വഴക്ക് പറയാം, ഒന്ന് വിമർശിക്കാം. അപ്പോൾ നാം തകരാൻ പാടില്ല, ഇട്ടേച്ച് പോകാൻ പാടില്ല. അതൊക്കെ മനുഷ്യ സഹജമാണ്. ചെറുതായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ വഴക്ക് പറയും, ചീത്ത പറയും. അത് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്. ചില വിദ്യാർത്ഥികൾക്ക് അത് സഹിക്കാൻ പറ്റില്ല, അപ്പോൾ അവർ ഇട്ടേച്ച് പോകും. അത് പ്രസംഗത്തിൻ്റെ കാര്യമായാലും ഡ്രൈവിങ്ങിൻ്റെ കാര്യമായാലും ഒക്കെ അങ്ങനെയാണ്. എൻ്റെ ഭാര്യ ഡ്രൈവിംഗ് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വഴക്ക് പറയും. പിന്നെ അവൾ പറയാം, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നില്ല, കാരണം എനിക്ക് നിങ്ങളെ വഴക്ക്, ചീത്ത, ദേഷ്യപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടമുള്ളവരാണ് വഴക്ക് പറയുക, ദേഷ്യപ്പെടുക.
അത് വിദ്യാർത്ഥികൾ, മക്കൾ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറയൂലേ, നമ്മൾ വിമർശിക്കൂലേ, അതവർ നന്നാവാനാണ്, സ്നേഹം കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രസംഗത്തിൻ്റെ വിഷയമായാലും ഒക്കെ അങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ വിമർശിക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ മനസ്സ് തകരാൻ പാടില്ല. അപ്പം നമ്മൾ അത് എൻ്റെ നന്മക്കാണ് എന്ന് കരുതി കൂടുതൽ മെച്ചപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തും അങ്ങനെയാണ്. നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ വീണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ്. എന്തൊരു കാര്യവും ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല, ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തിൻ്റെ വില അറിയില്ല, കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫീസൊക്കെ അടിച്ചിട്ട് ഇവിടെ ഈ സൗകര്യവും ഈ സ്ഥാപനമൊക്കെ ഉണ്ട്, അപ്പം അതിൻ്റെ ഒരു വില അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ തന്നെ കൂട്ടിപ്പോയാലോ, അപ്പോൾ ആലോചിക്കുക, എനിക്കന്ന് പോകാമായിരുന്നു കേട്ടോ. മനുഷ്യൻ്റെ അവസ്ഥയല്ല. ഇപ്പോൾ ഇത് 30 വർഷമായി കണ്ടിട്ട് കാര്യമില്ല. മനുഷ്യന്മാർ എപ്പോഴാണ് മരിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നോ, എനിക്കൊരു അസുഖം വന്നോ, ഞാനത് പൊട്ടിപ്പോവും. അപ്പം അങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് എത്രയോ 2-3 വർഷം വെറുതെ ഫീസൊക്കെ കൊടുത്തിട്ട് പഠിക്കാൻ പോവാതെ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇനി ഇങ്ങനെയുള്ള ബ്രൈറ്റ് അക്കാഡമി പോലൊരു സ്ഥാനം എവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അപ്പോഴാണ്, നഷ്ടപ്പെടുമ്പോഴാണ്. എന്തും അങ്ങനെയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരൊക്കെ നമ്മോട് വിട്ടുപിരിയുമ്പോൾ ആ സമയത്താണ്, ആ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ ആ ഒരു വില നമുക്കറിയാം. അതുകൊണ്ട് ഉള്ള സമയത്ത്, ഉള്ള ആരോഗ്യം, ഉള്ള സാഹചര്യം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി സമയം ഉണ്ടാക്കുക. ഒരു 10-15 ക്ലാസ്സിൽ നിന്ന് തുടർച്ചയായി വന്നാൽ നിങ്ങളുടെ റെയിൽമ കയറും, പിന്നെ ധൈര്യവും കാര്യമൊക്കെ ആയി, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരിക, പിന്നെ നാട്ടിലൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും പറ്റും. പ്രസംഗിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, എന്താ? പ്രാക്ടീസ്. പ്രസംഗം നമ്മൾ വായിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടൊന്നും മടിയില്ല. ഇവിടെ ഇതിലില്ല, പ്രസംഗം പഠിക്കാനുള്ളതല്ല, പരിശീലിക്കാനുള്ളതാണ്. പരിശീലിക്കണം. പഠിക്കുന്നത് പല രീതിയിലാണ്. കേട്ട് പഠിക്കും, കണ്ടു പഠിക്കും, ചെയ്ത് പഠിക്കും, അനുഭവിച്ച് പഠിക്കും. ചില കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ പഠിക്കും, ഇല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ പഠിക്കും, ചിലത് എഴുതി പഠിക്കും. പ്രസംഗം എങ്ങനെയാണ് പഠിക്കേണ്ടത്? കേട്ട് പഠിക്കാം, കണ്ടു പഠിക്കാം, ചെയ്ത് പഠിക്കാം, അനുഭവിച്ച് പഠിക്കാം, ഒക്കെ ചെയ്യാം. പ്രസംഗം എങ്ങനെ പഠിക്കണം? എങ്ങനെ പഠിക്കണം? പറഞ്ഞു പഠിക്കണം. അതായത് പ്രസംഗം കേട്ട് പഠിക്കണോ, കണ്ടു പഠിക്കണോ, അനുഭവിച്ച് പഠിക്കണോ, എഴുതി പഠിക്കണോ? ഇതിലേതാ ശരിക്കുത്തരം? ഏതാ? ചിലത് നമുക്ക് കണ്ടാൽ പഠിയും, ഒന്നും ചെയ്യണ്ട, അങ്ങനെ കണ്ടാൽ മതി, നമുക്ക് നോക്കി തന്നെ പഠിയും ആ സംഭവം. ചിലത് നമുക്ക് കേട്ടാൽ മതി. ഇപ്പം ചില പാട്ടുകളൊക്കെ, ചില പാട്ട് നമ്മൾ എഴുതണ്ട, വായിക്കണ്ടെന്നോ, അതിങ്ങനെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കേട്ടാൽ മതി, അല്ലേ? ചില പാട്ടുകൾ ഇല്ലേ? ബന്ധുവാരേ ശത്രുവാരേ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ ബന്ധുവാരേ. ഞാൻ ഈ പാട്ടൊക്കെ പഠിച്ചത് കേട്ടിട്ടാണ്. നിസ്കാര ശേഷം എല്ലാ ദിവസവും പള്ളിയിലേക്ക് ഇങ്ങനെ ജമാഅത്തിന് പോയപ്പോൾ ഇമാമിൻ്റെ ദുആ കേട്ടിട്ടാണ് ഞാൻ മിക്ക ദുആയും പഠിച്ചത്. എഴുതി പഠിച്ചതല്ല, വായിച്ചു പഠിച്ചതല്ല. ഞാൻ ദുആ ഇങ്ങനെ കേൾക്കും, അതിങ്ങനെ കേട്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. ഇങ്ങനെ മിക്ക ദുആകളും ഞാൻ കേട്ട് പഠിച്ചതാണ്. അതുപോലെ കണ്ടുപഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? കണ്ടുപിടിച്ച കാര്യങ്ങൾ കണ്ടുപിടിച്ച നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പൂവുണ്ടാക്കുന്നത്, കടലാസ് കൊണ്ട് പൂവുണ്ടാക്കുന്നത്, ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നത്, ചില മൃഗങ്ങളെ പരിപാലിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് നമ്മൾ അങ്ങനെ അത് കണ്ടാൽ മതി. അവരാ ചെയ്യുന്ന പരിപാടി കണ്ടാൽ നമുക്ക് പഠിക്കും, കണ്ടാൽ മതി. എന്നാൽ ചിലത് നമ്മൾ എഴുതി പഠിക്കണം. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇംഗ്ലീഷിൽ ചില ക്വസ്റ്റ്യൻ ആൻസർ എത്ര പഠിച്ചാലും പഠിക്കില്ല. അപ്പോൾ ഞാനത് എഴുതി ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം എഴുതിയപ്പോൾ പഠിക്കും. ചിലത് എഴുതിയാൽ പഠിക്കും. ചിലത് നമ്മൾ ചെയ്യണം, ചെയ്ത് പഠിക്കണം. പുസ്തകം വായിച്ചിട്ട് ഉദാഹരണം നീന്തൽ നിങ്ങൾ പുസ്തകം നോക്കി പഠിച്ചാൽ നീന്തൽ പഠിയോ? ഒരാൾ നീന്തലത് കണ്ടാൽ നീന്തൽ പഠിയോ? ഇല്ല. അത് നമ്മൾ വെള്ളത്തിൻ്റെയൊക്കെ നീന്തണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലത് നമുക്ക് ചെയ്ത് പഠിക്കാം, ചിലത് കണ്ടു പഠിക്കാം, ചിലത് എഴുതി പഠിക്കാം, ചിലത്
വായിച്ച് പഠിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ പ്രസംഗം എങ്ങനെ പഠിക്കണം? അതാണ് എൻ്റെ ചോദ്യം. പ്രസംഗം ഇതിൽ എങ്ങനെ പഠിക്കണം? ചെയ്ത് പഠിക്കണം. എന്നാൽ പ്രസംഗം ഇപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടുത്തി പഠിക്കണം. അതായത് പ്രസംഗം നിങ്ങൾ എഴുതണം, എഴുതിയിട്ട് പഠിക്കണം. പ്രസംഗം നിങ്ങൾ കേൾക്കണം, നല്ല പ്രഭാഷകരുടെ പ്രസംഗം കേൾക്കാൻ കേട്ടും പഠിക്കണം. പ്രസംഗം നിങ്ങൾ കാണണം, പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ പ്രസംഗം കാണണം, കണ്ടുപിടിക്കണം. പ്രസംഗം ചെയ്തും പഠിക്കണം, അതായത് പ്രസംഗിച്ചും പഠിക്കണം. ഇങ്ങനെ പഠിക്കാൻ ആവശ്യമായ എല്ലാം ഉൾപ്പെടുത്തി പഠിക്കേണ്ട ഒരു കലയാണ് പ്രസംഗകല. പ്രസംഗിച്ച് മാത്രം പഠിച്ചാൽ പോരാ, വായിച്ച് പഠിക്കണം. പ്രസംഗവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇപ്പം ഞാൻ എഴുതിയ പുസ്തകം തന്നെയുണ്ട് പ്രസംഗവുമായി ബന്ധപ്പെട്ട്, ആർട്ട് ഓഫ് പാരന്റിങ്. ഇതൊക്കെ വായിക്കണം. വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലേക്ക് ചില ആശയങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരിക. അപ്പോൾ വായിച്ച് പഠിക്കണം, പ്രസംഗം കണ്ടു പഠിക്കണം, പ്രസംഗം കേട്ട് പഠിക്കുക. ആളുകൾ കാണുന്നില്ല, ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ വണ്ടി ഓടിക്കുകയാണ്, പ്രസംഗം ഇങ്ങനെ കേട്ട് 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 അങ്ങനെയും പഠിക്കണം. അപ്പോൾ നമുക്കൊരു ശൈലിയും, എങ്ങനെയാണ് ഇയാൾ ആമുഖം, എങ്ങനെയാണ് ഈ വിഷയം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ശൈലി, ശബ്ദത്തിൻ്റെ ആ ഒരു വോയിസ് കപ്പാസിറ്റിക്ക് എങ്ങനെയാണ്, അതൊക്കെ ഇങ്ങനെ മനസ്സിലാവും കേട്ട്. അപ്പോൾ കണ്ട് കേട്ട് വായിച്ച് പിന്നെ എഴുതുക. സ്വന്തമായി ഒരു പ്രസംഗം എഴുതി നോക്കുക. നിങ്ങളെല്ലാം സ്വന്തമായിട്ട് എഴുതുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു പ്രഗത്ഭ വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ പ്രസംഗം ഇങ്ങനെ സ്വന്തം എഴുതി വെക്കുക. ഇപ്പം ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു, ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കുക, അതെങ്ങനെ വായിച്ചു വെക്കുക. സ്വന്തം ഒരു പ്രസംഗം, നിങ്ങളൊരു വോയിസ്, നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സ്വന്തം ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് പറഞ്ഞു വെക്കുക. നിങ്ങളെ പ്രസംഗം നിങ്ങൾ തന്നെ കേട്ടു വെക്കുക, മറ്റുള്ളവരുടെ പ്രസംഗമല്ല, സ്വന്തം പ്രസംഗം ഒന്ന് കേട്ടു വെക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് പ്രസംഗിച്ച് നോക്കുക. ഇങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ പ്രസംഗത്തിൽ നമുക്ക് കഴിവുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാകുമ്പോൾ നമുക്ക് വേണ്ടത്ര കഴിവുണ്ടാവില്ല. LSRW. എൽ എന്ന് പറയുമ്പോൾ ലിസണിങ്. എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലിസണിങ്, കേൾക്കുക. കേൾക്കുക കേൾക്കുക കേട്ടുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കുക, നമ്മുടെ പ്രസംഗം നമ്മൾ തന്നെ കേൾക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസ് മാത്രം, ഇങ്ങനെ നമ്മുടെ ശബ്ദവും നമ്മൾ കേൾക്കണം. അപ്പോൾ അതാണ് എൽ. എസ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ്, പറഞ്ഞു നോക്കുക. നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. കേട്ടാൽ മാത്രം പോരാ, നമ്മൾ പറയാം, സ്വന്തം പറഞ്ഞു നോക്കുക. LSR. എന്താ? റീഡിങ്, വായിച്ചു നോക്കുക. പ്രസംഗവുമായി ബന്ധപ്പെട്ട മാത്രം പുസ്തകങ്ങളുണ്ട്, മറ്റുള്ള പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം. വായന ഈ പ്രസംഗത്തിൻ്റെ ഒരു എന്താ പറയുക, ജീവരക്തമാണ്. പ്രസംഗത്തിന് ഏറ്റവും പ്രധാനം വായനയാണ്. വായിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ മറ്റൊന്ന് റൈറ്റിംഗ്, എഴുതുക. അപ്പോൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 കാര്യമാണ്. LSRW ഇന്ന് മുതൽ ചെയ്യണം. ഗ്രൂപ്പ് ഉണ്ടാക്കുക എങ്ങനെ അറിയാം? ഒരാളെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ആ വ്യക്തിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു പ്രസംഗം ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് പറഞ്ഞു നോക്കുക, ചെറിയൊരു പ്രസംഗം, എന്നിട്ട് അത് കേട്ട് നോക്കുക. അപ്പോൾ ലിസണിങ് ആയി. മറ്റുള്ള പ്രഭാഷണങ്ങളും കേട്ട് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒഴിവിട്ടുമ്പോഴൊക്കെ കേൾക്കുക. ഞാനിപ്പോൾ ഇത്രയ്ക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും, ഇത്ര 30 വർഷമായെങ്കിലും ഞാൻ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണ്, ജസ്റ്റ് ഇവിടുന്ന് വളാഞ്ചേരി പോവുകയാണെങ്കിലും ആ സമയം വെറുതെ കളയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്പീച്ചോ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും ഒന്ന് കേട്ടും കൊണ്ടാണ് പോവുക. ബസ്സിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബൈക്കിൽ പോവുകയാണെങ്കിലൊക്കെ സമയം ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് കളയാൻ തീരെ ഇല്ല. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതേപോലെ വായന, അതേപോലെ തന്നെ ഈ പ്രാക്ടീസ്, ഇതെല്ലാം ഉണ്ടാവണം. LSRW. യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 2ാമത്തെ സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു സത്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താ സത്യം എന്നറിയാം? എല്ലാ ക്ലാസ്സിലും അപ്പോൾ അദ്ദേഹം ഒരു ഫ്രഞ്ച് ഭാഷയുടെ ട്രെയിനറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ്. എല്ലാവരും എന്താ പറയുന്നറിയോ? നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ 100% ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, സൂപ്പറാക്കി തരും എന്നൊക്കെ പറയും. സത്യം അതല്ല. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്നത് എത്രയാണ്? 100ൽ എത്ര നൽകാൻ പറ്റുക?
ഏതൊരു പഠനമാണെങ്കിലും നോക്കുക, അത് ഇംഗ്ലീഷ് ആവട്ടെ, ഹിന്ദി ആവട്ടെ, അറബി ആവട്ടെ, ഏത് വിഷയമാണെങ്കിലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ എത്ര പഠിപ്പിക്കും 100-ൽ? നിങ്ങളുടെ അഭിപ്രായം എന്താ മാജിദ ടീച്ചറെ? ഒരു 50% പഠിപ്പിക്കുമെന്നാണ് ടീച്ചറെ അഭിപ്രായം. 50. ടീച്ചർമാരാണ്, സ്വന്തം അനുഭവമാണ്, 50 പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. ഹാരിസിൻ്റെ അഭിപ്രായം എന്താ? ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകനിൽ നിന്ന് എത്ര ശതമാനമാണ് കുട്ടിക്ക് കിട്ടുക? 100-ൽ 50 കിട്ടുന്ന അവർ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താ? 80. 75. മോൻ്റെ പേര് മറന്നു. ഹാഷിം അല്ലേ? ആസിം. എത്ര ശതമാനം കിട്ടും? കുട്ടികൾക്ക് വേറെ അറിയാം, കാരണം പഠിപ്പിക്കുന്ന മാഷന്മാർ എത്ര കിട്ടുമെന്ന് അറിയില്ല. എത്ര കിട്ടും? ഒരു 50. 40. മനഃശാസ്ത്രം പറയുന്നത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഓൺലി 25% ആണ്. എത്ര ശതമാനം? 27%. എന്തൊരു വിഷയം പഠിപ്പിക്കുകയാണെങ്കിലും അധ്യാപകനിൽ നിന്ന് കിട്ടുക 25%. ഇനി ബാക്കി എത്രയുണ്ട്? 100-ൽ 75%. ഇതെവിടുന്ന് കിട്ടും? 25% അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുക. എവിടെ നിന്ന് കിട്ടുക? സുഹൃത്തുക്കളിൽ നിന്ന്. കണ്ടിട്ടില്ലേ? അവിടെ അന്നത്തെ ഹോംവർക്ക് ഒന്ന് കാണിച്ചോണ്ടാ, മാഷ് എന്താ പറഞ്ഞത്, ഇതിന് ഉത്തരം എന്താ, ഇതെങ്ങനെ ചെയ്യാം എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും അല്ലേ? നിങ്ങൾ ചോദിക്കാറുണ്ടാവും, എങ്ങനെയാണ് ആശംസ, എന്തൊക്കെയാണ് പറയാൻ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സുഹൃത്തുക്കൾ, കൂടെ പഠിക്കുന്ന സഹപാഠികൾ, അവർ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് അധ്യാപകനേക്കാൾ അധികം കിട്ടുക ചിലപ്പോൾ സുഹൃത്തുക്കളുണ്ടാവും, കൂടെ പഠിക്കുന്നവരുണ്ടാവും. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൂടെയുള്ളവർ നോട്ട്സൊക്കെ എഴുതി തരും, അസൈൻമെൻറ്റ് എഴുതി തരും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MSc സൈക്കോളജി ചെയ്യുമ്പോൾ PGക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികൾ, അവർക്ക് എഴുതാനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പോൾ ഈ അസൈൻമെൻ്റ് ആയാലും മറ്റെന്ത് വിഷയങ്ങളായാലും ഒക്കെ അവർ ശരിയാക്കി തരലാണ്. അന്ന് മടിയിരുന്നു. അപ്പോൾ ഇത് വെറുതെ പറയല്ല. അപ്പം നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് പഠിക്കാൻ ആവശ്യമായ എത്ര കിട്ടും? 25 കിട്ടും. ഇപ്പം എത്രയായി? 50ആയി. ഇനി എത്ര ഉണ്ട്? 50. ഒരു 25% നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്വയം ബുദ്ധി കൊണ്ടാണ്. അത് അധ്യാപകൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, കൂട്ടുകാരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഒരു സംഭവം, ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രസംഗം, എന്ത് വിഷയമാണെങ്കിലും നമുക്ക് സ്വയം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എടുക്കാൻ പോകുന്നൊരു ചാപ്റ്റർ അധ്യാപകർ ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവില്ലേ? ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളാണെങ്കിലും ജസ്റ്റ് അവങ്ങനെ സ്വയം അവൻ്റെ ബുദ്ധി നോക്കിയിട്ട് അവൻ ആലോചിച്ചുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 25 ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയ ആളാണ്, സ്വന്തം ബുദ്ധി കൊണ്ട്. അതായത് ഞാൻ ഗൾഫിലായ സമയത്ത് എൻ്റെ കഫീൽ, എൻ്റെ അറബിക്ക് ഒന്നല്ല 2-3 കാറുണ്ട്. അപ്പോൾ അവൻ ഇത് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഡ്രൈവിംഗ് തന്നെ അറിയില്ല, ഒന്നും അറിയാത്ത ആളാണ്. മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മിഫ്താ വരും. ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കണ്ട് അങ്ങോട്ടാക്കി അങ്ങനെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടാണ് ഞാൻ ആ ഡ്രൈവിംഗ് കുറച്ചൊക്കെ പഠിച്ചത് ഗൾഫിൽ നിന്ന്. പ്രസംഗത്തിൻ്റെ കാര്യം അങ്ങനെയാണ്, അതുപോലെ ഓരോ വിഷയങ്ങളും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വയം ബുദ്ധി, നമുക്ക് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് കുറച്ചൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം എത്രയായി? 25. ഇതിൽ ഈ ലാസ്റ്റ് പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ചൊക്കെ ഏറ്റവും അധികം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. കാരണം അത് നമ്മളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്നാണ്. ഒരാൾ സ്വന്തത്തെ മനസ്സിലാക്കിയാൽ അവൻ ആരെ മനസ്സിലാക്കി? അള്ളാഹനെ മനസ്സിലാക്കി. നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നാം നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നാണ്. അത്രമാത്രം പവറാണ്. മേ ബി അവർ ബാക്ക്ഗ്രൗണ്ട് ഈസ് പുവർ ബട്ട് അവർ ബ്രെയിൻ ഈസ് പവർഫുൾ എന്നാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ കഴിഞ്ഞ കാലം ഒക്കെ വളരെ മോശമാണെങ്കിലും നമ്മുടെ ബ്രെയിൻ പവർഫുള്ളാണ്. ബ്രെയിൻ ഉണ്ടാക്കിയത് മക്കൾക്കറിയാം, അവർ SSC പഠിക്കുന്നതാണ്. ന്യൂറോണുകളെ കൊണ്ടാണ്. അതിൽ ചിത്രം കണ്ടിട്ടുണ്ടാകും അല്ലേ? ന്യൂറോണ്. ഈ ന്യൂറോണിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു ന്യൂറോണിന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ശക്തിയുണ്ട്, അതിനേക്കാൾ പവറുണ്ട് എന്നാണ് ഒന്നിന്. അങ്ങനത്തെ കോടാനക്കോടി ന്യൂറോണുകൾ കൊണ്ടാണ് നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പഠിച്ചത്
ബുദ്ധി അള്ളാഹു സൃഷ്ടിച്ചത് ബ്രെയിൻ തലച്ചോറുണ്ടാക്കിയത് ന്യൂറോണുകളെ കൊണ്ട്. ഒരു ന്യൂറോണിൻ്റെ പവർ ഒരു കമ്പ്യൂട്ടറിനേക്കാൾ അപ്പുറം. അങ്ങനെ കോടിക്കണക്കിന് കമ്പ്യൂട്ടറിൻ്റെ പവർ നമ്മളെ ഈ തലച്ചോറിൽ എത്ര എന്താണ് കോടികളാ, എത്ര കോടിയാ, കണക്കില്ല. അങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തി എത്രയായിരിക്കും? പക്ഷെ നമ്മൾ എന്നിട്ട് പറയും ഞാൻ പൊട്ടനാണ്, എനിക്ക് കഴിയില്ല. അത് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കായിട്ട. നമ്മുടെ ഈ തലച്ചോറ് ബ്രെയിന് ഉപയോഗിക്കാത്തത് കാരണം ലക്ഷക്കണക്കിന് സെല്ലുകൾ ഇങ്ങനെ നഷ്ടമായി പോകുന്നുണ്ട് എന്നാണ് ഉപയോഗിക്കാഞ്ഞിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ഒരു 10% 12% ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്നും ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല, ഉപയോഗിക്കാതെ കിടക്കേണ്ടത്. അങ്ങനെ ഓരോന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. ഇപ്പോൾ സൂര്യനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് വളരെ ചെറുതായി കാണുന്ന നക്ഷത്രങ്ങളുണ്ട്. എത്ര കോടാനക്കോടി നക്ഷത്രങ്ങളുണ്ട്. ആ ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ സൂര്യൻ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുണ്ടെന്നാണ് ഓരോ നക്ഷത്രം. അങ്ങനെ എത്ര നക്ഷത്രങ്ങളുണ്ട്. ആ സൂര്യനകത്ത് നമ്മുടെ ഈ ഭൂമി എത്രയോ 10 മടങ്ങ് ഭൂമി കൊണ്ടുവച്ചാലും സൂര്യൻ അതിനേക്കാൾ വിശാലമാണ്. പിന്നെ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഒരു വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്. അങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു എന്താ പറയുക